ഹലോ, ഇന്നലെ വൈകുന്നേരത്ത് വളപ്പ് പോയപ്പോൾ ഉണ്ട് പഴുത്ത ചക്ക വീണ് കിടക്കണം കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിട്ട് വന്നിട്ട് സാധാരണ നമ്മൾ ചുളപ്പറിച്ചില്ലേ, ചുളപ്പറിക്കുക, അതുപോലെ ഞവണിയൊക്കെ കളയുക, കുരു കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയിട്ട് കുക്കറിൽ വേവിച്ച് രാത്രി വേവിച്ച് വെച്ചതാട്ടോ. ഇത് രാത്രി അങ്ങനെ വെച്ചിട്ടോ. രാവിലെ നോക്കുമ്പോൾ നല്ല ചൂടാറിന് ശേഷം നല്ല തണുത്തുണ്ടാവും. അങ്ങനെ ഇതാക്കി വെക്കുക കേട്ടോ. ഇതേപോലെ തന്നെ കഷ്ണങ്ങളായിട്ട് വേവിച്ചത് ഇതുപോലെ എടുത്ത് വെക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ വരട്ടേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ ഇതേപോലെ കവറിലാക്കിയിട്ട് എടുത്ത് വെക്കാം. ഇത് ഞാൻ ഫ്രീസറിൽ കുറച്ച് ഇതുപോലെ ആക്കി വെച്ചിരുന്ന കവറാട്ടോ. കുട്ടികൾ ഗൾഫിൽ നിന്ന് വിടുന്നതാണ് ഈത്തപ്പഴം ആക്കിയിട്ട്. അപ്പോൾ നല്ല പിന്നെ കനമുണ്ട്, അതുപോലെ നല്ല പ്രസ് ചെയ്താൽ വിടില്ല. അപ്പോൾ അത് കാരണം അതിലാക്കി വെക്കണം കേട്ടോ. ഇത് വരട്ടാതെ കേട്ടോ, വേവിച്ചിട്ട് അതേപോലെ ഫ്രീസറിൽ വെക്കുക കേട്ടോ. അപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പഴുത്ത ചക്ക കഴിക്കണ പോലത്തെ ഉണ്ടാവും. മറ്റേ വരട്ടി വെച്ചാൽ പിന്നെ ശർക്കരയും നെയ്യൊക്കെ ഇട്ട് വരുന്നത് പായസമോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാനല്ലേ പറ്റുള്ളൂ. എൻ്റെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അതിങ്ങനെ കഴിക്കണതേ. അപ്പോൾ അവരിനിപ്പോൾ ഏതായാലും ജൂൺ ജൂലൈയിൽ വരും, വെക്കേഷനല്ലേ. അപ്പോൾ ഗൾഫിൽ നിന്ന് വരും. അപ്പോൾ ചക്ക സീസണൊക്കെ കഴിയും. ആ സമയത്ത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് ഇങ്ങനെ ഇഷ്ടമാണ്. ഏലക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ട് സാധാരണ ചക്ക വരട്ടുന്ന പോലെ പായസം വെക്കാതെ അതേപോലെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഞാനിതുപോലെ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ അവർ വരുമ്പോഴത്തേന് അതൊക്കെ കഴിയും. നമ്മളെ വീട്ടിലുണ്ടാവുമ്പോഴല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ ഇതുപോലെ എടുത്ത് വെക്കുക. ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും വേണ്ടില്ല, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സീസൺ കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാം. മറ്റേത് മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഈ മാങ്ങയൊക്കെ കാർബണിട്ട് പഴുപ്പിച്ചതും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് മേടിക്കണത്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പഴുത്ത ചക്ക കഴിക്കണ പോലെ കഴിക്കാം. ചക്കക്കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് 1 മാസം കൂടിയും കഴിഞ്ഞപ്പോൾ ഈ മഴക്കാലത്തിൻ്റെ അത് പകുതി ആകുമ്പോഴത്തേക്കും ചക്ക സീസണൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചക്ക കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ടാക്കി വെച്ചാൽ നല്ലതല്ലേ, നമ്മളെ മക്കൾക്ക് കഴിക്കാനും. ചക്ക സീസൺ കഴിഞ്ഞാലും ഇതുപോലെ കഴിക്കാം. ഇതുപോലെ ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ പുറത്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഉണ്ട്. മാങ്ങ, അതുപോലെ ചക്ക വരട്ടിയതൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ ഇതുപോലെ കഴിഞ്ഞ വർഷം പച്ചമാങ്ങ എടുത്ത് വെച്ചിട്ടേ പിന്നെ സീസൺ കഴിയോളം ഉപയോഗിച്ചിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. എന്നിട്ട് ഈ കൊല്ലം ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പച്ചമാങ്ങ ഒക്കെ നിറയെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പിന്നെ കിട്ടില്ല. അപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ കഴിഞ്ഞപ്പോൾ എല്ലാതും പഴുക്കാൻ തുടങ്ങിയില്ലേ. അപ്പോൾ നമുക്ക് പച്ചമാങ്ങ വേണമെങ്കിൽ എവിടുന്നാണ് കിട്ടുക. അപ്പോൾ അതിനാണ് ഇതേപോലെ എടുത്ത് വെക്കണത്. ഫ്രീസറിൽ വെച്ചാൽ മതി, ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. ഇത് ഉണ്ടാക്കി വെക്കണമെങ്കിൽ പണിയെടുക്കണം കേട്ടോ, അല്ലാതെ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ചക്ക വരട്ടി വെക്കുക, അതുപോലെ മാങ്ങ മുറിച്ച് വെക്കുക, ഉപ്പിലിട്ട മാങ്ങ ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമൻറ്റിലൂടെ അറിയിക്കണേ.